നമസ്കാരം. അമേരിക്കയിലെ ടെക്സാസിൽ ഷുഗർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു വലിയ ഹനുമാൻ പ്രതിമ പണി കഴിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നാണ് ആ പ്രതിമ അറിയപ്പെടുന്നത്. 90 അടി ഉയരമുണ്ട്. അതായത് ഉയരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഹിന്ദു സ്മാരകമാണ്. അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിന്ദു സ്മാരകമാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിയൻ. അതിനെ പഞ്ചലോഹ അഭയ ഹനുമാൻ എന്നും ആണ് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പ്രതിമയാണ് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഹിന്ദു സ്മാരകം. മാത്രമല്ല അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയും ഇതാണ്. പഞ്ചലോഹ നിർമ്മിതമാണ്. ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ ആരാധ്യനായ ഹനുമാനാണ് ആ പ്രതിമ. ഹനുമാൻ്റെ പ്രതിമയാണ് അത്. ആ രീതിയിൽ 2024 ആ പ്രതിമയുടെ പണി പൂർത്തിയാക്കി അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. ഈ പറയുന്ന അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു സ്വകാര്യ ഭൂമിയിലാണ് ഈ ക്ഷേത്രവും പ്രതിമയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. 2024 ഈ പ്രതിമ അനാച്ഛാദനത്തിന് ശേഷം ധാരാളം ഹിന്ദുക്കൾ അവിടെ എത്താറുണ്ട്. ഹിന്ദുക്കൾ മാത്രമല്ല, ഭാരതീയരായിട്ടുള്ള മറ്റ് ഇതര മതവിഭാഗങ്ങളിൽ പെടുന്നവരും അവിടെ എത്തി ഈ പ്രതിമയിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിലുമൊക്കെ ആരാധന നടത്തി പോകാറുണ്ട്. അവിടെ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. സമാധാനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് അവർ പലതരത്തിലുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടത്താറുമുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രതിമ അമേരിക്കയിൽ ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ ചർച്ചാ വിഷയമായിരിക്കുന്നത് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ, അതായത് ഇപ്പോഴത്തെ ഭരണകക്ഷി ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ കക്ഷിയിലെ നേതാവായ കാർലോസ് ടർഷ്യോസ് ആണ് ഈ പ്രതിമയുടെ ഒരു വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിമയെയും അമേരിക്കയിലെ ഭാരതീയരെയും ഹിന്ദുക്കളെയും എല്ലാം അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതിമയുടെ വീഡിയോ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതെന്താണ്? മൂന്നാം ലോകത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളാണോ എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവരെല്ലാം അമേരിക്കയെയും ടെക്സാസിനെയും ഒക്കെ അധിനിവേശം നടത്തുകയാണ്. ഇവിടെ വന്ന് കടന്നു കയറി ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഇത്തരം പ്രതിമകളൊക്കെ വെക്കേണ്ടത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഒക്കെയാണ്. ഇവിടെ കൊണ്ട് അല്ല ഇത്തരം പ്രതിമകൾ വെക്കേണ്ടത്, ഈ അന്യഗ്രഹ ജീവികളുടെ പ്രതിമകൾ വെക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു അധിനിവേശമാണ്, ഈ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന അടിക്കുറിപ്പോടു കൂടിയാണ്, എന്ന ആവശ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ ദീപാവലി ആഘോഷങ്ങളിലും ശിവരാത്രി ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും ഹിന്ദുക്കളുടെ സംരക്ഷണമൊക്കെ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചോട്ടാ നേതാവാണ് ഇപ്പോൾ ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, ഹിന്ദു ദേവീദേവന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കലാണ് എന്നും അമേരിക്കയിലെ ഹിന്ദുക്കൾക്ക് നേരെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് എന്നുമൊക്കെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അമേരിക്കയിൽ ഉയരുന്നത്. നമുക്കറിയാം അമേരിക്കയിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട്. അവർ ഭൂരിഭാഗം പേരും ഹിന്ദുക്കളുമാണ്. ഇവരെല്ലാം നിയമപ്രകാരം ആ രാജ്യത്ത് ചെല്ലുന്നവരാണ്, നിയമപ്രകാരം ആ രാജ്യത്തെ പൗരന്മാരായതാണ്, അല്ലെങ്കിൽ പൗരന്മാരല്ലാതെ വിദേശ പൗരന്മാരായി ആ രാജ്യത്ത് കഴിയുന്നവരുമാണ്. ആ രാജ്യത്തിൻ്റെ വളർച്ചയിൽ, ആ രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ അവർ അവരുടേതായ വലിയ സംഭാവനകൾ നൽകുന്നു. അമേരിക്കയുടെ മിക്ക ഭരണാധികാരികളും ഇന്ത്യൻ സമൂഹത്തിൻ്റെ സംഭാവനകളെ വാഴ്ത്തി പാടിയിട്ടുണ്ട്. അവർ അനധികൃതമായി കടന്നു കയറിയവരല്ല. അവർ അവിടെ വളരെ കൃത്യമായ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇങ്ങനെയുള്ള വളരെ ഉയർന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുമാണ്. അമേരിക്കയുടെ വികസനത്തിനും അമേരിക്കയുടെ വളർച്ചയ്ക്കും ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ മഹത്തരമാണ് എന്ന കാര്യത്തിൽ അവിടെ ആർക്കും തർക്കവുമില്ല. ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും അവിടെ ഈ പ്രതിമ നിർമ്മിക്കാനും അവിടെ ആരാധന നടത്താനും അവിടെ ഒത്തുകൂടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അമേരിക്കൻ നിയമം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ആ നിയമം അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ട് നിയമാനുസൃതം അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഇങ്ങനെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ട് അമേരിക്കയിലെ ഹിന്ദുക്കൾക്ക് നേരെ അക്രമത്തിന് ആഹ്വാനം നൽകുന്ന രീതിയിൽ, അതായത് അമേരിക്കയിലേക്ക് കടന്നു കയറിയിരിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന നിലയിലാണ് ഈ നേതാവിൻ്റെ ഉത്തരവാദിത്വരഹിതമായ പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ അവിടെ നിയമം പാലിക്കുന്നവരാണ്, ഹിന്ദുക്കൾ അവിടെ നിയമം പാലിക്കുന്നവരാണ്. ഈ പ്രതിമ നിങ്ങളെ ഒന്നും ചെയ്യുന്ന പ്രതിമയല്ല, നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതേ അല്ല. അവിടെ ആളുകൾ സമാധാനപരമായി ഒത്തുകൂടുന്നു. അവിടുത്തെ
ഹിന്ദു സമൂഹം അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യക്കാർക്ക് അവർ ഒരുപക്ഷെ അമേരിക്കൻ പൗരന്മാരായാൽ പോലും അവരുടെ അസ്തിത്വത്തിന് അവർ വില നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ ക്ഷേത്രം പണിയുന്നതും പ്രതിമ പണിയുന്നതും ആരാധിക്കുന്നതുമെല്ലാം. അത് അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അക്രമ ആഹ്വാനങ്ങൾ, വംശീയ അധിക്ഷേപങ്ങൾ ഇല്ലാതാക്കണമെന്ന ആവശ്യമാണ് പൊതുവെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.